വായന ഈ റീഡിങ്ങിലേക്ക് പോകുന്നു എന്നുള്ള യാഥാർത്ഥ്യമുണ്ട്. വായന മരിക്കുന്നില്ല, വായന മാറുകയാണ്. മാറ്റത്തിന് വിധേയമാണ്. അന്ന് ഗാന്ധി വന്നപ്പോൾ ഗാന്ധി അടുത്ത് വരുത്താൻ എലവന്തൂർ മനയിലെ നമ്പിയാതിരി തയ്യാറായില്ല. അദ്ദേഹത്തിന് ഗാന്ധിക്ക് പ്രത്യേകമായൊരു പീഠം ഒരു നിലത്തിൽ വിലീകരിച്ചു കൊടുത്ത ആളിരുന്നു. അദ്ദേഹം ഒരു പീഠത്തിലിരുന്നു കൊണ്ട് ഈ വൈഷ്ണവരാണ്, ജാതിയിൽ താണ നേരിട്ട് സംസാരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞതാണ്. ലൈബ്രറി പ്രസ്ഥാനം എന്ന് പറയുന്നത്, ലൈബ്രറികൾ എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്ന ഏറ്റവും വലിയ പ്രചോദന ശക്തിയാണ്. അക്ഷരം അഗ്നിയാണ്, അറിവാണ് എന്ന് പറയുന്നതോടൊപ്പം തന്നെ നമ്മുടെ സമൂഹത്തിലെ തിന്മകളെ കത്തിച്ച് കളയാനും ജൈവമായി നമ്മുടെ സാംസ്കാരിക പുരോഗതിയെ പ്രചോദനപ്പെടുത്തുന്ന കേന്ദ്രങ്ങളാണ് നമ്മുടെ ലൈബ്രറികൾ. അന്ന് കാലത്ത് പഞ്ചായത്തുകളിൽ ഒരു റേഡിയോ കൊടുക്കും എല്ലാ ലൈബ്രറിക്കും, എല്ലാ ലൈബ്രറികൾക്കും. അപ്പോൾ ഇന്തോ പാക് യുദ്ധമുണ്ടായ അവസരത്തിൽ എന്താണ് സംഭവിക്കുന്നത് അറിയാൻ ഈ വായനശാലയുടെ അടുത്ത് വന്ന് നിൽക്കണം.